ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി. ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി. ആഗമവേദ കലാമയരൂപിണി. ആഗമവേദ കലാമയരൂപിണി. അഖില ചരാചര ജനനി നാരായണി. നാഗകങ്കണ നടരാജ മനോഹരി. നാഗകങ്കണ നടരാജ മനോഹരി. ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി. ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവാനിൽ ഭക്തിയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് വർണ്ണ ആശ്രമ ധർമ്മ നിരൂപണം, അതായത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ 4 ആശ്രമ ഇതുണ്ട്. അതിനെപ്പറ്റിയാണ് വായിക്കുന്നത്. നമുക്കൊന്നും ഇതൊന്നും അറിയത്തില്ല. നമുക്ക് വായിക്കാം, എന്തെങ്കിലും അറിയാവുന്നത് പറയുകയും ചെയ്യാം. നമുക്ക് ഇപ്പം ഇതൊന്നും വേണ്ടല്ലോ. ഇപ്പം അങ്ങനെ നമുക്കുള്ള പ്രായമൊക്കെ നോക്കുമ്പോൾ ബ്രഹ്മചര്യമൊക്കെ കുട്ടിനാളിലല്ലേ എടുക്കുന്നത്. എന്നാലും നമുക്ക് നോക്കാം, അത് മനസ്സിലാക്കി ഇരിക്കാമല്ലോ. ഭഗവാനെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ബ്രഹ്മചര്യത്തിനായി ചെന്നു ഗുരുകുലേ നിർമ്മല ഭക്തനായി സൽഗുരു വന്ദ്യനായി. അല്പനാഹമെന്നും ഭൃത്യനായി ശാന്തനായി ഉൾപ്പൂവിൽ ഏറ്റവും സൽഗുരു ബന്ധുവായി. സന്ധ്യകളിൽ ഗുരു അർക്ക അഗ്നി ഭൂസുര വൃന്ദേശ്വരരെയും വന്ദിച്ചു ബ്രഹ്മോഹമെന്നു നനച്ചു. ജപം ചെയ്തു വേദങ്ങൾ നന്നായി പഠിച്ചുകൊണ്ടിടുന്നു സ്വാധ്യായവാൻ. ബ്രഹ്മചര്യത്തിനായിട്ട് ഗുരുകുലത്തിൽ കുട്ടികൾ പഠിക്കാൻ ഗുരു എങ്ങനെയാ കുട്ടി ചെന്നാൽ നിർമ്മല ഭക്തനായിരിക്കണം. അങ്ങനെയുള്ള നല്ല ഭക്തിയോടും നിർമ്മലമായിരിക്കുന്ന ഭക്തനെന്ന് വെച്ചാൽ പരമാത്മാവായി കാണണം ഗുരുവിനെ. ഗുരുവിനെ വന്ദിക്കുമ്പോൾ ഭഗവാനാണെന്ന് ചിന്തിക്കണം. ഗുരു ആചാര്യൻ എന്താ പരമേശ്വരനാണ്. നമ്മൾ ആരായി കുട്ടി? അല്പനാഹം എന്ന്. നമ്മൾ ആരുമല്ല, അല്പം പോലും നമ്മൾ ഒന്നുമില്ല, ഒന്നും അല്ലാത്തൊരു അവസ്ഥ. അത് ദാസ്യഭാവം, ദാസനാകണം. ഗുരുവിൻ്റെ ഭൃത്യനായി, ദാസനായി, ശാന്തനായും നമ്മുടെ ഉൾപ്പൂവിൽ ആ കുട്ടിയുടെ ഉൾപ്പൂവിൽ ഏറ്റവും എന്ത് വേണം? സൽഗുരു ബന്ധുവായ. ഗുരു ബന്ധുവാണ്, അത് ഈശ്വരനാണെന്ന് ഉള്ളിൽ തന്നെ വയ്ക്കണം. ഉൾപ്പൂവിലാണ് വെക്കേണ്ടത്. അവൻ്റെ ആ കുട്ടിയുടെ ഹൃദയത്തിൽ അത്രമാത്രം സൽഗുരുവിനെ ബന്ധുവായി ഉള്ളിൽ വെക്കണം. എന്നിട്ടോ സന്ധ്യകളിൽ, രാവിലെയും വൈകിട്ടുള്ള സന്ധ്യകളിൽ ഗുരു സൂര്യനെയും ഗുരുവിനെയും അഗ്നി ഭൂസുരര് ബ്രാഹ്മണര് വൃന്ദേശ്വരൻ, അതായത് ദേവന്മാരെയൊക്കെ വന്ദിച്ച് ബ്രഹ്മോഹമെന്ന്, ഞാൻ അഹം എന്ന് വെച്ചാൽ ഞാൻ ബ്രഹ്മമാകുന്നു. ആ കുട്ടി തന്നെ അങ്ങനെ ചിന്തിക്കണം.
അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് മനസ്സുകൊണ്ട് നനച്ച് ജപം ചെയ്ത്, അത് ജപവും ധ്യാനമൊക്കെ ചെയ്ത് വേദം പഠിക്കാനാണല്ലോ പോകുന്നത്, വേദങ്ങൾ നന്നായി പഠിച്ചു കൊണ്ടിടുന്ന സ്വാധ്യായവാൻ. അങ്ങനെയാണ് ബ്രഹ്മചര്യം. എന്നിട്ടോ വന്ദനം ചെയ്യുക പാഠാദ്യ അന്തവും. വന്ദനം ചെയ്യണം ഗുരുവിനെ. ആദ്യമേ പാഠം ആദ്യം തുടങ്ങുമ്പോഴും, അതായത് അന്നന്ന് എപ്പോഴാ ഇത് തുടങ്ങുന്നത് അപ്പോഴാദ്യവും ഗുരുവിനെ വന്ദിക്കണം, പാദം തൊട്ട് നമസ്കരിക്കണം. ആ പാഠം പഠിച്ച് തീരുമ്പോഴും ഗുരുവിനെ വന്ദിക്കണം. ഗുരുവിൻ്റെ അടുക്കിരുന്നതിലോ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോഴും ഗുരുവിനെ കാലത്തൊട്ട് വന്ദിച്ച്, അത് പഠിച്ച് തീരുമ്പോഴും ഭഗവാനെ ഈശ്വരനായി കണ്ട് ഗുരുവിനെ വന്ദിച്ചിട്ട്, ഗുരു തന്നെയും സജ്ജനമായുള്ളവരെയും, അപ്പോൾ ഗുരുവിനെയും അങ്ങനെ ചെയ്യണം. അവിടെ മഹാത്മാക്കളുണ്ടെങ്കിൽ അവരെയും അവരുടെ പക്ഷാഭേദം കാണിച്ചുകൂടാ. ഗുരുവിന് തുല്യമായ ആളുകൾ, സജ്ജനങ്ങൾ, മഹാത്മാക്കൾ ഉണ്ടെങ്കിൽ അവരെയും, വസ്ത്രാജിന ദണ്ഡുമേഖലയും ജട എത്രയും നല്ല കമണ്ടലു ദർഭയും നന്നായി ധരിച്ചു ഉദയ അസ്തമയങ്ങളിൽ ചെന്നു താൻ ഭിക്ഷയെടുത്തു. അപ്പോൾ ഉദയത്തിലും അസ്തമയത്തിലും ഇങ്ങനെയെല്ലാം വസ്ത്രങ്ങളും ദണ്ടും മേഖലയും ജടയൊക്കെ ആയി നല്ല കമണ്ടലും ദർഭയും അതൊക്കെ വേണം. ഉടുക്കുന്ന വസ്ത്രങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കണം. ജടയാകും, പിന്നെ ദണ്ട് വടി വേണം, കമണ്ടൽ വേണം, ഇങ്ങനെ എന്തൊക്കെയോ വേണം. നന്നായി ഇതെല്ലാം ധരിച്ചിട്ട് അസ്തമയങ്ങൾ, ഉദയത്തിലും അസ്തമയത്തിലും എന്ത് വേണം? ചെന്ന് താൻ ഭിക്ഷയെടുത്ത്, അത് ചെന്നു നന്നായി ധരിച്ച് അസ്തമയങ്ങളിൽ ചെന്നു താൻ ഭിക്ഷയെടുത്തു ഗുരുവിനെ വന്ദിച്ചു പൂജിച്ചു സൽഗുരു രാജ്ഞയാ നന്നായി താൻ. അപ്പോൾ ഭിക്ഷ എടുത്ത് കൊണ്ടുവന്ന് ഗുരുവിനെ വന്ദിച്ച് പൂജിച്ചിട്ട് അത് ഗുരുവിന് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഗുരു കഴിച്ചിട്ട് ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം ഉണ്ടെങ്കിൽ, ഗുരു പറയുന്നെങ്കിൽ നന്നായി ആ കുട്ടിയും അത് കഴിക്കണം. എങ്ങനെ? മിതഭുക്കായി ഭുജിക്കണം. മിതമായി കഴിയണം, അമിതമാകരുത്. മിതഭുക്കായി ഭുജിക്കയും നന്നായി സുശീലനായി നല്ലാർ മണികളെ മുന്നിലും കാണാതെ തൽക്കഥ ഓർക്കാതെ, അതായത് നന്നായി എന്ത് വേണം? സുശീലനായി നല്ല ശീലത്തോടുകൂടി വേണം ഇത് ചെയ്യാൻ. എന്നിട്ട് നല്ലാർ മണികളെ, അതായത് സ്ത്രീകളെ മുന്നിലും കണ്ടുകൂടാ, കാണാതെ, തൽക്കഥ ഓർക്കാതെ, അത് ചിന്തിക്കാതെ, സ്ത്രീകളെ കാണുകയോ അവരുടെ കാര്യം ചിന്തിക്കുകയോ ചെയ്തുകൂടാ. അങ്ങനെ വാണിയുടെ വേണം, അങ്ങനെ വേണം അവിടെ വാഴാൻ. ഇപ്പോൾ ഗുരുകുലത്തിൽ നിന്ന് ഭിക്ഷയ്ക്ക് പോകുമ്പോൾ സ്ത്രീകളെ കണ്ടില്ല. ആ മനസ്സ് പോകുകയേ ചെയ്യരുത്. മനസ്സാണല്ലോ എല്ലാത്തിനും. ആ സ്ത്രീയെ കാണുമ്പോൾ നോക്കണം തോന്നുന്ന മനസ്സാണ്. ആ മനസ്സിനെ അടക്കണം. ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ അടക്കുന്ന പോലെ മനസ്സിനെ മുമ്പേ അങ്ങ് അടക്കണം. ഇല്ലെങ്കിൽ കണ്ണങ്ങ് പോവും, മനസ്സാണ് അങ്ങോട്ട് പോക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നുകൂടാ. അല്ലാതെ തന്നെ കഴിയണം, വാണിയുടെ വേണം. അല്ലായെങ്കിൽ എന്ത് വരും? അല്ലായെങ്കിൽ ആദ്യഘടം കാണിക്ഷണം അഗ്നിവെല്ലും കണക്കിന് ബ്രഹ്മചര്യ വ്രതം തന്നെ തരുണിമാർ കൽമഷം ചേർത്തു ജയിക്കുമേ കാണുകിൽ. അഗ്നി എങ്ങനെയാ? ആദ്യ ഘടകം നെയ്ക്കുടം, നെയ്യിരിക്കുന്ന കുടത്തിൽ കാണിക്ഷണം പോലും വേണ്ട അഗ്നി വെല്ലും. അഗ്നി കണ്ടാൽ അത് ആ നെയ്യ് എങ്ങനെ നശിപ്പിക്കും? അതുപോലെ അല്പം പോലും സമയം വേണ്ട, കാണിക്ഷണം വേണ്ട. ഈ കണ്ണ് ആ തരുണിമാരെ നോക്കുമ്പോൾ വ്രതത്തിന്, ബ്രഹ്മചര്യ വ്രതം തന്നെ തരുണിമാർ കൽമഷം ചേർത്ത് അവിടെ നശിപ്പിച്ചിട്ട് ജയിക്കുമേ കാണുക. അങ്ങനെ കണ്ടാൽ ഇങ്ങനെ സംഭവിക്കും. ബ്രഹ്മചര്യം അങ്ങനെയുള്ള വ്രതമാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചുകൂടാത്തതുകൊണ്ട് ആരെയും നോക്കിക്കൂടാ, കണ്ടുകൂടാ. തരുണിമാരെ, സ്ത്രീകളെ കൂടെ വസിച്ചിടും ഗൃഹത്തിങ്കിൽ ബ്രഹ്മചാരി വസിച്ചിടരുതെന്നത്രേ. കൂടെ അമ്മ, മാതാവിൻ്റെ കൂടെ പോലും ഒരു ഗൃഹത്തിൽ അമ്മയുണ്ടെങ്കിൽ അവിടെ ബ്രഹ്മചാരി വസിക്കരുത്. രോമനഖങ്ങൾ അറുക്കരുതെന്നുമേ ആൺമയാ കണ്ണിൽ മഷി എഴുതിയിടൊല. രോമം, നഖങ്ങൾ ഇതൊന്നും വെട്ടിക്കൂടാ. പിന്നെ കണ്ണിൽ മഷി എഴുതിക്കൂടാ. അഭ്യംഗവും എണ്ണ തേച്ചൂടാ. നാരിമാർ വിലോകാമിഷ മദ്യ സംഭാവ ഇവ കഴിച്ചിടൊല. മദ്യമോ മധുവോ മാംസമോ ഇതൊന്നും കഴിച്ചുകൂടാ. സ്ത്രീകളെ കണ്ടുകൂടാ. നാരിമാരെ, അതാണ് സ്ത്രീ ദർശനം, നാരി ദർശനം ചെയ്തുകൂടാ. മദ്യമാംസങ്ങൾ കഴിച്ചുകൂടാ. ഗന്ധമാല്യാനുവിലേപന അലങ്കൃതം,
അപ്പോൾ ഗന്ധവും മാല്യാനും ലേപനങ്ങളൊക്കെ എന്തൊക്കെയോ ശരീരത്തിൽ ചിലർ എന്തൊക്കെയോ മണക്കുന്നതൊക്കെ പുരട്ടും. ഇതൊന്നും ആഭരണങ്ങളൊന്നും എന്ന് വെച്ചാൽ ആഡംബരങ്ങളൊന്നും തന്നെ പാടില്ല. വസ്ത്രമൊക്കെ തന്നെ കണ്ടില്ലേ, സന്യാസിമാരുടെ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതൊക്കെ പാടുണ്ടോ? അതൊന്നും പാടില്ല. ബന്ധനം ചെയ്യുകയില്ല, മുഖ്യവ്രതമതിൽ. ഇതൊക്കെ ബന്ധനങ്ങളാണ്, ഇതൊന്നും ചെയ്തുകൂടാ, മുഖ്യവ്രതമാണ് ഈ ബ്രഹ്മചര്യം. അതുകൊണ്ട് അങ്ങനെയൊന്നും പാടില്ല. വിശ്വത്തിൽ എല്ലാ ജനത്തിനും അല്ല, അതിന് മുമ്പുണ്ട്, ഈശ്വരൻ സർവകനെന്ന് നനയ്ക്കയും. പരമാത്മാവായ ഭഗവാൻ നാരായണൻ ഈശ്വരൻ സർവകനെന്ന് നനയ്ക്കണം. സർവകനാണ്, എല്ലാവർക്കും സർവകൻ. അതാ ഈ ബ്രഹ്മചാരികൾക്ക് മാത്രമല്ല, വിശ്വത്തിൽ എല്ലാ ജനത്തിനും വേണമേ. അപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ വേണം. ഇത് ഒരാൾക്ക് മാത്രമുള്ളതല്ല, പരമാത്മാവ് ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാ ജനത്തിനും എന്ത് വേണം? ഈശ്വരൻ സർവകനെന്ന് നമ്മൾ നനയ്ക്കണം. വിശ്വത്തിൽ എല്ലാ ജനത്തിനും വേണമേ. ഇങ്ങനെ വാണുവേദങ്ങൾ ഉപനിഷത്തിങ്ങു വേണ്ടുന്നവ ശീലിക്ക വേണമേ. ഇങ്ങനെയാണ് ഉപനിഷത്തുകളൊക്കെ പഠിക്കണം. ഇങ്ങനെ വേണം ജീവിക്കാൻ. ഗുരുകുലത്തിൽ ഇങ്ങനെ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ പഠിച്ച് ഇതൊക്കെ ശീലിക്ക വേണമേ. പിന്നെ ഗുരുവിന് അഭീഷ്ടമാം ദക്ഷിണ നന്നായി കഴിക്കുകയും വേണം. ഭക്തിയോടുകൂടി ഗുരുവിൻ്റെ അഭീഷ്ടമാം അത്രമാത്രം സന്തോഷത്തോടുകൂടി ദക്ഷിണ കൊടുത്തു വേണം അവിടുന്ന് തിരിച്ച് പോരേണ്ട സമയത്ത് നന്നായി കഴിക്കുകയും വേണം. ഗുരുഭക്തിയാ തന്നെ ചെയ്യണം. ദക്ഷിണയൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് വേണ്ടേ പിരിഞ്ഞു പോകാൻ. എന്നിട്ട് ബ്രഹ്മചര്യത്തിൽ നിന്ന് മൂന്നാശ്രമം. ബ്രഹ്മചര്യമാണല്ലോ ഇത്രയും പറഞ്ഞത്. അതിൽ നിന്ന് മാറ്റം എന്താ? മൂന്നാശ്രമം വേറെയുണ്ട് അന്യമായിട്ട്. ഇത് ബ്രഹ്മചര്യത്തിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഈ ബ്രഹ്മചര്യം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൂന്നാശ്രമങ്ങളുണ്ട്. ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥവും സന്യാസവും ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും പിന്നെ എടുക്കാം. ബ്രഹ്മചര്യം കൊണ്ട് എല്ലാം ആയില്ല, പിന്നെ ഗൃഹസ്ഥാശ്രമം എടുത്താൽ കുടുംബമായിട്ട് കഴിയാം, ഭാര്യയും കുട്ടികളായിട്ട്. പക്ഷേ അവർ ഗൃഹത്തിൽ തന്നെ എല്ലാ ധ്യാനവും പൂജയും ജപവും എല്ലാം ആയി ഒരു സന്യാസിയുടെ എല്ലാം അവർക്ക് ഗൃഹത്തിലും ആകാം, വാനപ്രസ്ഥത്തിലും ആകാം. എന്താ വേണ്ട വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ഈ മൂന്നിൽ ഏത് വേണമെങ്കിലും അവർക്ക് എടുക്കാം. അതുകൊണ്ട് തന്നിലേത് ഇച്ഛ എന്നാൽ അതിലാകില്ല. അപ്പോൾ ബ്രഹ്മചര്യത്തിൽ നിന്ന് മൂന്നാശ്രമം. തന്നിൽ ഏതിൽ ഇച്ഛ, ഏതിലാണ് അതിൽ ആഗ്രഹം. മൂന്നാശ്രമങ്ങൾ സന്യാസം വേണോ എന്നാൽ അതങ്ങനെ, വാനപ്രസ്ഥം എടുക്കണോ എന്നാൽ അങ്ങനെ, അതല്ല ഗൃഹസ്ഥാശ്രമം മതി. ഭഗവാൻ കൃഷ്ണനും ഗൃഹസ്ഥാശ്രമിയാണല്ലോ. അത് എനിക്ക് തോന്നുന്നു അതാ നല്ലത്. കാരണം എല്ലാം നമുക്ക് ആഗ്രഹവും മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണ്. നമുക്ക് വീട്ടിൽ തന്നെ ധ്യാനവും തപസ്സും ഒക്കെ വേണമെങ്കിൽ അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം അതിനൊരു വഴി ഒരുക്കി തരും നമുക്ക്. ഇവിടെ ഞാൻ അങ്ങനെ എത്രയോ വർഷം കൊണ്ട് ഇവിടെ എൻ്റെ വീട് തന്നെ എൻ്റെ തപസ്സും ധ്യാനവും പൂജയും എല്ലാം. അപ്പോൾ അവിടെ ഒരു വിഘ്നവും അങ്ങനെ ഉണ്ടാകത്തില്ല. പരമാത്മാവ് അറിയാം നമ്മുടെ ആഗ്രഹങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെ 4 ആശ്രമങ്ങളുള്ളതിൽ നമുക്ക് ബ്രഹ്മചര്യം കഴിഞ്ഞാൽ പിന്നെ ഗൃഹസ്ഥാശ്രമമാണ് നല്ലത്. അങ്ങനെ എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അത് എൻ്റെ പ്രവൃത്തി കൊണ്ടായിരിക്കാം. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ലല്ലോ, എൻ്റെ തന്നെ ഇഷ്ടമാണെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നിലേത് ഇച്ഛ, ആർക്കാണ് എന്താണ് ഇച്ഛ എന്നാൽ അതിലാകില്ല. ഏതിൽ വേണമെങ്കിലും ആകാം. 4 ആശ്രമങ്ങളിൽ ഏതിലിരിക്കലും ഏതിലായാലും 4 വേദപ്പൊരുളായ മഹാവിഷ്ണു ഉള്ളും പുറവും സദാ പരിപൂർണമെന്ന് ഉള്ളിൽ കരുതി വാണിടണമേ വരും. എന്തെടുത്താലും 4 ആശ്രമങ്ങളിൽ ഏതാണ് നമ്മൾ എടുക്കുന്നെങ്കിലും 4 വേദപ്പൊരുളായ ഭഗവാൻ മഹാവിഷ്ണു ഉള്ളും പുറവും നമ്മുടെ അകത്തും പുറത്തും എല്ലാം സദാ എപ്പോഴും പരിപൂർണമെന്ന ഉള്ളിൽ നമ്മൾ കരുതി വാണിടണം ഏവരും. നമ്മൾ അങ്ങനെ കരുതായിരുന്നാൽ ഭഗവാൻ അതിലിരിക്കൂ? നമ്മളങ്ങനെ നമുക്ക് ഇഷ്ടം വേണ്ടേ ഭഗവാൻ നമ്മുടെ ഉള്ളിലാവണമെങ്കിൽ? അപ്പം നമ്മുടെ ഉള്ളിൽ 4 വേദപ്പൊരുളായ ഭഗവാൻ മഹാവിഷ്ണു ഉള്ളും പുറവും നമ്മുടെ ഉള്ളിലും പുറത്തുമെല്ലാം സദാ പരിപൂർണനാണെന്ന് നമ്മളെ ഉള്ളിൽ കരുതണം. അങ്ങനെ വേണം കഴിയാൻ. വാണിടണം ഏവരും.
നാലാശ്രമങ്ങളും ജ്ഞാനം ലഭിച്ചിട്ട് നാലാം പുരുഷാർത്ഥ മോക്ഷം ലഭിക്കുന്നു. അങ്ങനെ ഈ നാലാശ്രമങ്ങൾ ഏതിലൊക്കെ ആയാലും അതിൽ ജ്ഞാനം ലഭിക്കും, അറിവ് ലഭിക്കും. എല്ലാ അറിവുണ്ടാകുമല്ലോ. എന്തെടുത്താലും അതിൽ നമുക്കെല്ലാം പഠിക്കാനും എടുക്കാനൊക്കെ നമ്മൾ വീട്ടിൽ ഗൃഹസ്ഥാശ്രമയാണെങ്കിൽ നമ്മൾ നല്ല നല്ല ഗ്രന്ഥങ്ങൾ, കാരണം പിന്നെ ഈ ബ്രഹ്മചര്യം എടുത്തപ്പോഴേ നമ്മൾ കുറേ അവിടെ പഠിക്കുമല്ലോ കുട്ടികൾ, വേദങ്ങളും ഉപനിഷത്തൊക്കെ പഠിക്കും. പിന്നെ എപ്പോഴും സദാ നമ്മൾക്ക് ഭജനയും പൂജയും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗൃഹത്തിലാകാമല്ലോ. ഒരാശ്രമം തന്നെയാകാമല്ലോ. നമ്മുടെ അതിനൊത്തൊരു ഭർത്താവാണെങ്കിൽ അതിനൊത്തൊരു ഭാര്യയായിരിക്കും. ഭാര്യ എങ്ങനെയാണെങ്കിൽ അതിന് ഒത്ത ഭർത്താവാകണം. അങ്ങനെ അതല്ല ഇങ്ങനെ ആക്കി എടുക്കണം. അതായില്ലെങ്കിൽ അതെല്ലാം ഈശ്വര നിശ്ചയം പോലെ വരും. അപ്പോൾ കുട്ടികളും എല്ലാവരുമായിട്ട് എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചും ഈ ലോക ചിന്തയിലുള്ള എല്ലാവർക്കും നമുക്ക് വേണ്ടുന്നതെല്ലാം നമുക്ക് അധ്വാനിക്കുകയും കർമ്മങ്ങളെല്ലാം ചെയ്യാം. ജ്ഞാനവും ഉണ്ടാവും. ഇതെല്ലാം വായിച്ച് പഠിക്കുമ്പോൾ അറിവുണ്ടാകും, ഭഗവാനിൽ ഭക്തി വർദ്ധിക്കും. പിന്നെ കർമ്മങ്ങൾ, എന്ത് കർമ്മ ഉദ്യോഗം വേണോ, മറ്റെന്തെങ്കിലും കർമ്മങ്ങളാണോ, തൊഴിലെന്തെങ്കിലും ആണോ, അതെല്ലാം ചെയ്യാം. എല്ലാത്തിനും ഈശ്വരൻ തന്നെ മുന്നിട്ട് വേണമെന്നുള്ളതേ ഉള്ളൂ. നാലാശ്രമങ്ങളും ജ്ഞാനം ലഭിച്ചിട്ട്, അറിവ് ലഭിച്ചിട്ട് നാലാം പുരുഷാർത്ഥ മോക്ഷം ലഭിക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും പുരുഷാർത്ഥം നേടാം, മോക്ഷത്തിലേക്ക് ചെന്നെത്താം. വാനപ്രസ്ഥൻ ഋഷിലോകം ഗമിച്ചിടും. അത് വാനപ്രസ്ഥൻ ഋഷിലോകം ഗമിച്ചിടും. അവരെന്താണ് കഴിക്കുന്നത്? വാനപ്രസ്ഥൻ അപ്പോൾ അവർ ഗൃഹസ്ഥാശ്രമികളല്ല. വാനപ്രസ്ഥനം വനത്തിലൊക്കെ പോകുന്നതിന് വാനം എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. അവരെന്താ കഴിക്കുക? അവർ വേവിച്ച ആഹാരങ്ങളോ കൃഷി ചെയ്തെടുക്കുന്നതോ കഴിക്കത്തില്ല. അതിൽ പറയുന്നുണ്ട്. അവർ കഴിക്കുന്നത് താനേ പഴുത്തവ. അത് വനങ്ങളിൽ താനേ പഴുത്തവയാണ്. അവിടെ കൃഷി ചെയ്തതല്ല. അവിടെ കാട്ടിൽ മറ്റ് ആരും നട്ടുപിടിപ്പിക്കാത്ത വൃക്ഷങ്ങളിൽ നിന്നുണ്ടാകുന്ന കൃഷി ചെയ്യാത്തതാണ്. അപ്പോൾ താനേ പഴുത്തവ, താനേ മുളച്ചവ, ഇലകളും പുല്ലുകളും ഒക്കെ താനേ മുളച്ചല്ലേ. ഭക്ഷിക്കയല്ലാതെ അങ്ങനെ കഴിക്കാവൂ. താനേ പഴുത്തതും താനേ മുളച്ചവയും അങ്ങനെയുള്ളതേ ഭക്ഷിക്ക, അല്ലാതെ ഭക്ഷിക്ക. അല്ലാതെ കാർഷപക്വങ്ങൾ, അത് കൃഷി ചെയ്യുന്നതും ഭക്ഷിക്കരുത്. അഗ്നിപക്വങ്ങളും ഒന്നും, അഗ്നി കൊണ്ട് അത് തീയിൽ വേവിച്ചതും കാർഷപക്വങ്ങൾ കൃഷി ചെയ്തതും ഭക്ഷിക്കരുത്. ഒന്നും ഭക്ഷിക്കരുത്. അങ്ങനെ എന്താ, തനിയെ വനങ്ങളിലുള്ള പച്ചിലകളോ അവർക്കറിയാം കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്ന്. അവിടെ ഉള്ളത് എന്തും ആരും നടുന്നതല്ല. വനങ്ങളിൽ അവിടെ ഉള്ള പഴങ്ങളും ഒക്കെ കഴിക്കാതെ താനെ പഴുക്കുന്നതാണ് കഴിക്കേണ്ടുന്നത്. പറിച്ച് വെച്ച് പഴുപ്പിച്ചെടുത്തുകൂടാ. പച്ച കൊണ്ടുവന്ന് പറിച്ചു വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് പഴുപ്പിച്ച് എടുക്കരുത്. താനെ അവിടെ നിന്ന് പഴുത്തത് വേണം കഴിക്കാൻ. അത് കിട്ടുമ്പോൾ കഴിച്ചാൽ മതി. അല്ലാതെ പുല്ലോ ഇലയോ ഒക്കെ കഴിക്കാം. അങ്ങനെ താനേ പഴുത്തവ താനേ മുളച്ചവ ഭക്ഷിക്ക, അല്ലാതെ കാർഷപക്വങ്ങളും ഭക്ഷിക്കരുതു. അഗ്നിപക്വങ്ങളൊന്നും അഗ്നിയിൽ അതായത് പാചകം ചെയ്ത് കഴിച്ചുകൂടാ. പിന്നെ വന്യങ്ങളാലേ ചരു പുരോടാശവും വന്യയിൽ ഹോമിക്ക വേണം വിധി പോലെ. അതായത് ചരു എന്ന് പറഞ്ഞാൽ ചോറ്, ഹോമത്തിന് ഉണ്ടാക്കുന്ന ചോറ്, ഹോമത്തിനായി വയ്ക്കുന്ന ചോറ്. പുരോടാംശം എന്ന് വെച്ചാൽ ഹോമത്തിനായി വയ്ക്കുന്ന നിവേദ്യം എന്നാണ് പറയുന്നത്. പുരോടാശവും. അപ്പോൾ ആ ചരു എന്ന് പറയുന്നത് ഹോമത്തിനായി വയ്ക്കുന്ന ചോറ്, ഹോമത്തിനായി ഉള്ള നിവേദ്യമാണ്. അത് വന്നിയിൽ ആ ഹോമിക്കുന്ന വന്നി ഉണ്ടല്ലോ, അതിൽ അഗ്നി കൂട്ടുമല്ലോ, അതിൽ തന്നെ ഹോമിക്ക വേണം വിധി പോലെ. അപ്പം നിവേദ്യമായിട്ട് വയ്ക്കുന്ന ചരു എന്ന് പറഞ്ഞാൽ അങ്ങനെ വയ്ക്കുന്ന ചോറിനാണത് പറയുന്നത്. അത് ആ വന്നിയിൽ തന്നെ, അത് തീയിൽ തന്നെ അത് ഹോമിക്ക വേണം. അവിടെ ഇതൊക്കെ ഹോമം ഉണ്ടാക്കും, അതിൽ തന്നെ ഹോമിക്ക വേണം വിധി പോലെ. നന്നല്ലിരുന്നു പഴയവ ഒന്നുമേ അന്നാദിയും ഉന്നയിക്കണം നവം. അന്നന്ന് പുതിയത് കഴിക്കണം. നന്നല്ല ഇരുന്ന് പഴയവ. എന്തെങ്കിലും ഇപ്പം സാധനങ്ങൾ കഴിക്കാൻ അവർക്ക് എന്താ കഴിക്കാൻ പറഞ്ഞേക്കുന്നത്, അത് ഇരുന്നില്ലാമായത്, അത് അതിനെന്താ പറയുന്നത്, പഴയതൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ അത് കഴിച്ചുകൂടാ. അന്നന്ന് എന്ത് വേണം? നവം പുതിയത് കഴിക്കണം. അഗ്നിപ്രയോജനത്തിന് ഗുഹകളും വിഘ്നമന്യേ പർണശാലയുമാകില്ല. ഈ അഗ്നിപ്രയോജനത്തിനെന്ന് പറഞ്ഞത് എന്തോന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇനി ഹോമം നടത്തുന്നതാണോ പർണശാലയിലൊക്കെ ഗുഹകൾ, അതോ എന്തോന്ന് എനിക്ക് അറിയാൻ വയ്യ. അതോ ഇനി വല്ല ധ്യാനോ തപസ്സോ അങ്ങനെ ഇരിക്കുന്നതാണോ? കാരണം അല്ലാത്ത സമയമെല്ലാം വെളിയിലാണല്ലോ. മഴയും മഞ്ഞും വെയിലും ഒക്കെ കൊണ്ടു നടക്കുമ്പം ധ്യാനിക്കാനായിട്ട് ഇനി പ്രത്യേക സ്ഥലം എടുക്കുകയാണോ? അതെനിക്ക് അറിയാൻ വയ്യ. ഗുഹകളോ പർണശാലയും ആകില്ല.
നീ പിന്നെ അല്ലാതെ അവരെന്താ ചെയ്യുക? നീഹാര വാത വർഷാതപങ്ങൾ. അപ്പോൾ നീഹാരം മഞ്ഞ്, വാദം കാറ്റ്, വർഷം എന്താണ്? മഴ, വർഷാതപങ്ങൾ അത് വെയിൽ. അപ്പം മഞ്ഞ്, കാറ്റ്, മഴ, വെയിൽ സഹിച്ചാകുലഹീനം ഇരുന്നിടുക വേണം. ആകുലം ഇല്ലാതെ ഇരിക്കണം. സന്തോഷമായിട്ട് മഞ്ഞ് കൊണ്ടാലും വെയിൽ കൊണ്ടാലും മഴയായാലും കാറ്റായാലും ഇതെല്ലാം സന്തോഷത്തോടെ സഹിക്കുകയാണ് വേണ്ടത്. അവിടെ ആകുലം പാടില്ല. ആകുലം ഹീനമാക്കണം, ആകുലം ഇല്ലാതാക്കണം. അപ്പോൾ എന്താ വേണ്ടേ? സന്തോഷം. ആകുലം എന്ന് വെച്ചാൽ വിഷമാണ്. വിഷമം ഇല്ലാതെ ഹീനം ഇരുന്നിടുക വേണം. അപ്പോൾ സന്തോഷമായിട്ട്. കാരണം വാനപ്രസ്ഥത്തിൻ്റെ അങ്ങനെ അവിടെ വിഷമം പാടില്ല. ഇപ്പം ബ്രഹ്മചര്യായാലും ഇപ്പം നമ്മൾ ഭാഗവതം തന്നെ വായിക്കുന്നു. അവിടെ നമുക്ക് ആകുലപ്പെട്ടാന്നോ അത് വായിക്കണമെന്ന്? അറിഞ്ഞുകൂടാന്നുള്ളൊരു വിഷമേ ഉള്ളൂ. അറിഞ്ഞൂടെങ്കിലും ഉള്ളതിനെ എനിക്ക് സത്യത്തിൽ അതിനും വിഷമമില്ല. അതാ എൻ്റെ ഒരു സ്വഭാവം. ഞാൻ തെറ്റാണ് പറയുന്നത് സന്തോഷത്തോടാണ് പറയുന്നത്. എനിക്ക് തെറ്റൊക്കെ മൊത്തം തെറ്റാന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ അതിലെനിക്ക് ഒരു ദുഃഖവും ഇല്ല, ഒരു വിഷമവും ഇല്ല, ആകുലമില്ല. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതിനി എൻ്റെ സ്വഭാവമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് ഭയങ്കര വിഷമമാണ്. അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഒന്നും ഇതിൽ കൂടെ ഇങ്ങനെ ഇടാനൊക്കെ പേടിയും അജ്ഞാനം. മറ്റുള്ളവരെന്ത് ധരിക്കും? എനിക്കതില്ല. എനിക്ക് അജ്ഞാനമൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ഭയമേ ഇല്ല. എന്ത് തെറ്റായാലും എനിക്കതെല്ലാം ശരിയായിട്ടും ഭഗവാനാണല്ലോ തെറ്റും ശരിയും. നമുക്ക് അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഈശ്വരനാണല്ലോ നടത്തുന്നതും ഇത് കേൾക്കുന്നതും കേൾപ്പിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം. അല്ല പിന്നെ ഞാനെന്ത് ചെയ്യും? ഞാൻ പഠിക്കാൻ പോയിട്ട് ഒന്ന് ഇട്ടാൽ മതിയോ ഇത്? അതുകൊണ്ട് എന്ത് വന്നു? ആകുലഹീനനാൽ ഇതൊക്കെ ഭഗവാന്റെ കാര്യങ്ങളല്ലേ. അത് നമുക്ക് അത്രമാത്രം സന്തോഷത്തോടെ തന്നെ അവരുടെ വാനപ്രസ്ഥം മഴ നനഞ്ഞാലും എന്ത് വന്നാലും സന്തോഷമായിരിക്കണം. ഇരുന്നിടുക വേണം. ഇന്ദ്രിയ നിഗ്രഹം വേണം. അതായത് ഇന്ദ്രിയങ്ങൾ എന്താ? പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളെപ്പോഴും ഭാഗവത്തിൽ വായിക്കുന്നതാണ്. അത് നിഗ്രഹിക്കണം. മനസ്സും ഇല്ലാതെ വരണം. മനസ്സും നിഗ്രഹിക്കണം. മനസ്സുണ്ടെങ്കിൽ എല്ലാത്തോടും എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അങ്ങോട്ട് പോകണം, കാണണം, ഇങ്ങോട്ട് കേൾക്കണം. ഇങ്ങനെ ചെവി കേൾക്കാൻ പോവും, കണ്ണ് കാണാൻ പോവും. എവിടെയെങ്കിലും മണം കണ്ടാൽ അത് മണക്കുന്ന എന്താണെന്ന് തോന്നും മൂക്കൊണ്ട്. എവിടെയെങ്കിലും കറിയുടെ വല്ല ഗ്രാമത്തിൻ്റെ മണവും കാണുന്ന അയ്യോ എവിടെയോ നല്ല കറിയുടെ മണം വരുന്നു എന്ന് മൂക്ക് അങ്ങോട്ട് പോവും. പിന്നെയോ രസനം രുചി വരുമ്പോൾ അയ്യോ എനിക്ക് അത് ആ കറിയുടെ മണം കേട്ടോ ഇപ്പം തന്നെ കഴിച്ചേ പറ്റൂ. ഒരു ക്ഷമയില്ലാത്തതുപോലെ. ആഹാരം കഴിക്കുന്നവർക്ക് ക്ഷമ മതി. പക്ഷെ ഇവർക്ക് ഇന്ദ്രിയ നിഗ്രഹം തന്നെ വേണം. ഇന്ദ്രിയത്തിനെയൊക്കെ എന്ത് ചെയ്യണം? നിഗ്രഹിക്കണം. ഇന്ദ്രിയ നിഗ്രഹം വെച്ചാൽ ഇന്ദ്രിയങ്ങളെ എല്ലാം കൊല്ലണം, വധിക്കണം. മനസ്സിനെയും നിഗ്രഹിക്കണം. ഈ പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ വധിക്കണം വെച്ചാൽ അവരെ കൊന്നൊടുക്കിയിടണം. എന്നാലേ ഇതിലൊക്കെ നടക്കാൻ പറ്റൂ, ഇങ്ങനെ ആകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയ നിഗ്രഹം വേണം. ജഡ പൂണ്ട് സന്യസ്തനായി നഖരോമം അറുക്കൊല ദണ്ടു കമണ്ഡലം എന്നിവ കൈക്കൊണ്ട് ദണ്ഡമെന്നീ ഏകവത്സരം നാലുമാം. അപ്പോൾ സന്യസ്തനായി നടക്കണം. എന്തിനാ? ഇന്ദ്രിയ നിഗ്രഹത്തോടുകൂടി ജഡയൊക്കെ പൂണ്ട് സന്യാസിയായി ഇങ്ങനെ നഖരോമങ്ങളൊന്നും അറുക്കാതെ അത് വടിയും കമണ്ടലും ഒരു ലോട്ട പോലത്തെ ഒരു മൊന്തയുണ്ട്, അതിലൊരു ഗ്ലാസ് ഉണ്ട്. അത് നദിയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ കുടിക്കണ്ടേ? അപ്പോൾ അതിനൊക്കെ കൈക്കൊള്ളണം. അതെല്ലാം കയ്യിൽ വേണം. എന്നിട്ടോ ദണ്ഡമെന്യേ ഒരു വിഷമവും കൂടാതെ ഒരു ദണ്ഡവും കൂടാതെ ഏകവത്സരം 1 വർഷം, അതല്ലെങ്കിൽ 4 മാം 4 വർഷം ആകാം, അതല്ലെങ്കിൽ അഷ്ടമം 8 വർഷം അങ്ങനെ നടക്കാം. അതിന് ദ്വാദശം 12 വത്സരമെങ്കിലും. അങ്ങനെ പല പല കണക്കുണ്ട്. അതിൽ ഇഷ്ടമുള്ളത്രയും എടുക്കാം. 1 വർഷം വേണോ, 4 വർഷം വേണോ, 8 വർഷം വേണോ, 12 വർഷം വേണോ? പുഷ്ടമോദത്തോട് അനാമയമായി കൊണ്ട് വിഘ്നമെന്നീ അഗ്നി ആത്മാവിൽ അർപ്പിച്ച് ഇന്ദ്രിയജാലം ഇവറ്റിന് അധിഷ്ഠാനം നിന്നിരിക്കുന്ന ദൈവത്തിങ്കിൽ അർപ്പിച്ചു. ഇങ്ങനെയെല്ലാം ഭഗവാനിൽ അർപ്പിക്കണം. ഈ അഗ്നി ആത്മാവ് വിഘ്നമെന്നീ അഗ്നി ആത്മാവിൽ അർപ്പിച്ചെന്ന് പറഞ്ഞാൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ദേഹമെല്ലാം അഗ്നിയായി മാറും. യോഗാഗ്നി അതെല്ലാം ഭഗവാനിൽ അർപ്പിക്കണം. നമ്മുടെ ദേഹത്ത് പിന്നെ ഒന്നും ഇല്ലല്ലോ. എല്ലാം നിഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് മനസ്സും ഇല്ല. എല്ലാം അതിൽ നിന്ന് വിരമിച്ചു, അതെല്ലാം അടങ്ങി, അതിനെല്ലാം വധിച്ചു. ഇന്ദ്രിയങ്ങളൊന്നും അവിടെ കണ്ണുണ്ടോ മൂക്കുണ്ടോ ചെയ്യണ്ടോ ഒന്നും തന്നെ. മനസ്സുണ്ടെങ്കിലല്ലേ, മനസ്സിനെ നിഗ്രഹിച്ച മനസ്സുണ്ടെങ്കിലേ കണ്ണുണ്ടോ എന്ന് അറിയൂ. മനസ്സ് എല്ലാം അവിടെ നിഗ്രഹിക്കുമ്പോൾ പിന്നെ അവിടെ പിന്നെ എന്താ ഉള്ള? യോഗ അഗ്നി. ആ ദേഹം മൊത്തം അഗ്നിയായി മാറുന്നതാണ് എൻ്റെ വിചാരം. എനിക്കല്ലാതെ അപ്പം നമ്മൾ ധ്യാനിക്കുമ്പം
വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി കണ്ണീരൊഴുകെ കണ്ടാടു പാമ്പേ. വെണ്ണീറണിഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരം ശോഭിച്ച് തിളങ്ങും യോഗാഗ്നി കൊണ്ട്. ധ്യാനിച്ച് തപസ്സിലിരുന്ന് നമ്മുടെ ദേഹമെല്ലാം പിന്നെ എന്തായി മാറും? അഗ്നിയാണ്ട് തിളങ്ങും. അർക്കൻ ഉദിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ സൂര്യപ്രകാശം പോലെ നമ്മൾ അജ്ഞാനങ്ങളെല്ലാം അകന്നും പോവും. ഒന്നും അതിലിരിക്കുന്നത് അവിടെ പിന്നെ ഒന്നും ഇല്ല. എല്ലാം അവിടെ വധിച്ചു കഴിഞ്ഞു. ദേഹത്തിലുള്ള സർവ്വതും പോയി. മനസ്സൊന്നും ഇല്ല അവിടെ. എന്ത് നമ്മുടെ കൈയുണ്ടോ കാലുണ്ടോ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയായി മാറും. അതുകൊണ്ട് എല്ലാം നിഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ എന്താ അയച്ചത്? പുഷ്ടമോദ വിഘ്നമെന്നെ അഗ്നി ആത്മാവിൽ അർപ്പിച്ചു. എൻ്റെ വിചാരം അങ്ങനെയാണെന്നാ. ആ ദേഹമാകുന്ന അഗ്നി തടി, അതൊരു തീക്കുണ്ടം പോലെ ഇരിക്കുന്ന ഒരു തടിയാണ്. വെണ്ണീറായിരിക്കും. എങ്ങനെയാ? ജ്ഞാനാഗ്നി യോഗാഗ്നിയിൽ ദഹിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് ഭഗവാനിൽ അർപ്പിച്ച്, ഇന്ദ്രിയജാലം ഇവറ്റിന് അധിഷ്ഠാനം നിന്നിരിക്കുന്ന ദൈവത്തിങ്കിൽ അർപ്പിച്ച്, ദൈവിക ഭൂതജാലത്തെ ക്ഷേത്രജ്ഞനാം കേവലാത്മാവിൽ സമർപ്പിച്ചു. ദൈവിക ഭൂതജാലത്തെ, ദൈവികമായിരിക്കുന്ന ഭൂതജാലം എന്തോ ജാലം കൂട്ടമാണ്, ഭൂതം പഞ്ചഭൂതമാണെന്ന് തോന്നുന്നു. അങ്ങനെ ദൈവിക ഭൂതജാലത്തെ ക്ഷേത്രജ്ഞനാരാ? നമ്മുടെ ദേഹം ക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ പിന്നെ ആരാ ഉള്ളേ? ക്ഷേത്രത്തിൽ ഒന്നുമില്ല, വെറും തോടാ. അതെന്ന് വെച്ചാൽ എല്ലാം വധിച്ചു കഴിഞ്ഞു. ദേഹത്തിലുള്ള ഇന്ദ്രിയങ്ങളെയും പിന്നെ മനസ്സിനെയും അതായത് വധിച്ചു കഴിഞ്ഞ് നിഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്ഷേത്രജ്ഞൻ മാത്രമേ ഉള്ളൂ. എന്താ ക്ഷേത്രജ്ഞൻ? താനാകുന്നവൻ, അതായത് സർവത്തിലും ഇരിക്കുന്ന പരമാത്മാവ്. അത് നമ്മുടെ ഈ ക്ഷേത്രം ദേഹമാണെങ്കിൽ അതിൽ പിന്നെ സർവ്വതും ലയിച്ചു കഴിഞ്ഞു, അടങ്ങിക്കഴിഞ്ഞു. എവിടെ അടങ്ങി? ക്ഷേത്രജ്ഞനായിട്ടങ്ങ് മാറി, പരമാത്മാവിലായിട്ട് മാറി. അവിടെ പിന്നെ ക്ഷേത്രജ്ഞൻ മാത്രമേ ഉള്ളൂ. ആ ക്ഷേത്രജ്ഞൻ നമ്മളിലെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അറിയാത്ത, നമ്മൾ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കാത്തതുകൊണ്ട് നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, അതേ ഉള്ളൂ. എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങുമ്പോൾ ആ പരമാത്മാവിനെ നമുക്ക് ദർശിക്കാം. അതായത് ചേരാം. എല്ലാം ഇന്ദ്രിയങ്ങളെല്ലാം വധിച്ച് ഒടുങ്ങുമ്പോൾ നമ്മൾ ക്ഷേത്രജ്ഞനായി അങ്ങ് മാറുക. ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞാൽ എങ്ങനെയാ? അവിടെ പിന്നെ ഉപ്പില്ല, വെള്ളമേ ഉള്ളൂ. അതുപോലെ അവിടെ ക്ഷേത്രജ്ഞൻ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം ശൂന്യമായി കഴിഞ്ഞു, നമ്മളിലൊന്നും തന്നെ ഇല്ല, പരമാത്മാവായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ക്ഷേത്രജ്ഞനാം കേവലാത്മാവിൽ സമർപ്പിച്ചു. നിശ്ചല ജ്ഞാന യോഗാഗ്നിയിലെ ദേഹം ദഹിപ്പിച്ചു. നിശ്ചലമായിരിക്കുന്ന, അതായത് സർവത്തിനെയും അടക്കുമ്പോൾ അവിടെ നിശ്ചലമായി മാറി. മനസ്സിന് ഇളക്കമില്ലല്ലോ, മനസ്സെല്ലാം അവിടെ വധിച്ച് നിഗ്രഹിച്ചു കഴിഞ്ഞു. അപ്പം പിന്നെ അവിടെ നിശ്ചലമല്ലേ, എന്തെങ്കിലും അനക്കമുണ്ടോ? അങ്ങനെയുള്ള ജ്ഞാനമാകുന്ന യോഗാഗ്നിയിൽ ദേഹം ദഹിപ്പിച്ചു. ആ യോഗമാകുന്ന അഗ്നിയാണ്. അപ്പം ദേഹം എല്ലാം അഗ്നിയായി ദഹിച്ചു കഴിഞ്ഞു. എന്താ കാരണം? അതെല്ലാം പരമാത്മാവിൽ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നും തന്നെ ബാക്കിയില്ല. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ, അങ്ങനെ ധ്യാനിച്ച് എന്തുവരും? കൗപീന ദണ്ണാദിയൊക്കെയും തെക്കുത മഹീതലേ ഗ്രാമാതി ദിക്കിലും ഒക്കെ നടക്കയും വേണം ഭയം വിനാ. അങ്ങനെ ഇരിക്കുന്ന ഒരു ധ്യാനിച്ചിരിക്കുന്ന ഒരു ദേഹം എന്ത് വരും? നമ്മൾ എന്താ അവിടെ ക്ഷേത്രജ്ഞനാ പിന്നെ നടക്കുന്നത്. എങ്ങനെ നടക്കുന്നു? കൗപീന ദണ്ണാതി ഒക്കെയും. അവ ദണ്ഡവും കമണ്ടലും കൗപീനമായിരുന്നു ഉടുത്തുകൊണ്ടിരുന്നത്. അതും ഒക്കെ അങ്ങ് അഴിച്ചു കളഞ്ഞു. തെക്കുതുവ അതെല്ലാം തിരിച്ചു. മഹീതലേ, പിന്നെ ഈ ഭൂമിയിൽ എല്ലടവും ഗ്രാമങ്ങളിൽ ദിക്കുകളെല്ലാം ഒക്കെ നടക്കുകയും വേണം ഭയം വിന. ഞാനിങ്ങനെ, അതായത് അതിനകത്ത് പിന്നെ ഞാനേ ഉള്ളൂ. ആരാ? ഞാൻ ക്ഷേത്രജ്ഞൻ, പരമാത്മാവ്. ആ പരമാത്മാവിന് ഇന്ന് വസ്ത്രമുണ്ടോ, എഴുക്കുണ്ടോ, ഒന്നും എന്തെങ്കിലും പരമാത്മാവിന് എന്തെങ്കിലും ഉണ്ടോ? ഭയമുണ്ടോ? അപ്പോൾ അതുപോലെ നടക്കുമ്പോഴും മനസ്സിലാക്കണം, അത് യഥാർത്ഥ ക്ഷേത്രജ്ഞനായി പരമാത്മാവായി ആ ദേഹത്തിൽ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്ന അതിനു മുമ്പേ അതില്ല. വ്യക്തി ആരാ? ശരീരമാകുന്ന ഇന്ദ്രിയങ്ങളും പിന്നെ മനസ്സും ഒക്കെ അതിലുണ്ടായിരുന്നു. അത് പിന്നെ ഇല്ലാതെ പോയി. പിന്നെ ആരാ അവിടെ ഉള്ളേ? പരമാത്മാവ്, ക്ഷേത്രജ്ഞൻ. ക്ഷേത്രജ്ഞൻ കുടികൊള്ളുന്നു. അദ്ദേഹത്തിന് വസ്ത്രം വേണോ? വേണ്ട. ദണ്ഡ് വേണോ? വേണ്ട. കമണ്ടല് വേണോ? വേണ്ട. അങ്ങനെ നടക്കണം ഭൂതത്തിൽ. അങ്ങനെ ഭയം കൂടാതെ നടക്കണം. അതാണ് ഇതിൽ നമുക്ക് അടുത്ത ദിവസം വായിക്കാൻ ബാക്കി. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.